രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ആൻഡമാൻ നിക്കോബാർ അദാനിക്ക് കൊടുത്തു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ പ്ലാനുകളിൽ ഒന്നാണ് നടക്കാൻ പോകുന്നത്, ദ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു വലിയ ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടെ ഒരു ടൗൺഷിപ്പ് ഡെവലപ്മെന്റ്, എനർജി പ്ലാന്റ്സ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ദ ബിഗസ്റ്റ് തിങ് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. പക്ഷേ എന്തുകൊണ്ട് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്? ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ട്രേഡ് റൂട്ടായ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ നിന്നും വെറും 600 കിലോമീറ്റർ മാത്രം അകലെയാണ് ദി ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. സിമ്പിളായി പറഞ്ഞാൽ വളരെ തിരക്കേറിയ ഒരു ഹൈവേയുടെ സൈഡിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നത് പോലെ. വർഷത്തിൽ മില്യൺ കണക്കിന് കണ്ടെയ്നറുകൾ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ നിന്നും ഏറ്റവും കൂടുതൽ ബിസിനസ് പിടിക്കുന്നത് പോർട്ട് ഓഫ് സിംഗപ്പൂർ ആണ്. ഇവരെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതായത് അതിൽ നിന്ന് ഒരു ചെറിയ പേഴ്സൻറ്റേജ് ബിസിനസ് എങ്കിലും നമ്മൾക്ക് പിടിക്കാൻ പറ്റിയാൽ അത് തന്നെ ഒരു വലിയ ഹ്യൂജ് ബിസിനസ് ആണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടെല്ലാം പോലെ ഗവൺമെന്റിന്റെ കൺട്രോളിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ പ്രൈവറ്റ് കമ്പനികളായിരിക്കും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക. ഇന്റർനാഷണൽ എയർപോർട്ട് അവിടുത്തെ ടൂറിസത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ടൗൺഷിപ്പ് ഡെവലപ്മെന്റ് അവിടെ കൂടുതൽ തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിക്കും. ബട്ട് ആഫ്റ്റർ ഓൾ ദ ബിഗസ്റ്റ് തിങ് ഈസ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ഗ്ലോബൽ ട്രേഡ് റൂട്ടിൽ ഇന്ത്യയുടെ ഒരു പവർഫുൾ പ്രസൻസ്, ഗ്ലോബൽ ട്രേഡ് മാപ്പിൽ ഇന്ത്യയുടെ ഒരു പവർഫുൾ എൻട്രി. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്. എന്താണവ? എങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഇതിൽ നിന്ന് നേട്ടം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകുക? ആരാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം വളരെ ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.